അപ്പോൾ ഞാനിന്ന് പറയുന്നത് 2 പേരുടെ കാര്യമാണ്. എനിക്ക് ഏറ്റവും അറിയാവുന്ന 2 പേര്, ചേട്ടനും ചേച്ചി. ഇച്ചിരി പ്രായമുണ്ട്, അവർക്ക് ഒരു വലിയ മകനുണ്ട്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, മകനുണ്ട്. അപ്പം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ കുറച്ച് ദിവസം കൊണ്ട്, കുറച്ച് നാളുകൾ കൊണ്ടെന്ന് പറയാം, കുറേ നാളുകൾ കൊണ്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ചേട്ടനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ പോയപ്പോഴത്തേക്കും പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് ആ ചേട്ടനെ കാണാൻ പറ്റി. ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ആ വീട്ടിലുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിവാഹം കഴിച്ചവരാണ്. പിന്നെ ഒരു കാര്യം ചേട്ടൻ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വളർന്ന മോനാണ്. അപ്പം തന്നോളം എത്തിയാൽ താനെന്ന് വിളിക്കണം എന്നാണ് ആൺമക്കളെ. അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല, നിങ്ങൾ മുതിർന്ന ആൾക്കാരാണ്. എങ്കിലും ഞാൻ പറയാണ്, സ്വന്തം അമ്മ, അതായത് ആൺമക്കൾക്ക് അമ്മമാരോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണുള്ളത്. അത് അച്ഛന്മാർക്ക് പെൺമക്കളോട് ആ ഒരു സ്നേഹമാണുള്ളത്. അതേപോലെ നോക്കുമ്പം ആൺകുട്ടികൾക്ക് അമ്മമാരോട് പ്രത്യേക സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ച് അതിപ്പോൾ ആരായാലും അവരുടെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർക്ക് സഹിക്കത്തില്ല. അവർ ശരിക്കും പ്രതികരിക്കും. അപ്പോൾ ആ പ്രതികരണം അവരുടെ പ്രായത്തിനനുസരിച്ചായിരിക്കും. ഇപ്പം ഓരോ പ്രായത്തിലും, ഇപ്പം ചോരത്തിളപ്പുള്ള പ്രായമെന്ന് പറയും, ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ടീനേജിൻ്റെയൊക്കെ ആ ഒരു ഹൈപ്പറായിട്ട് നിൽക്കുന്ന ടൈമിൽ അവർക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തയില്ല. അച്ഛനാണെന്നോ അവരോട് ഇങ്ങനെ പറയരുതെന്നൊന്നും ചില സമയത്ത് ചിന്തിക്കത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല, 100-ൽ 99% ആളുകളും ചിന്തിക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു ചോരത്തിളപ്പിൻ്റെ ആ ഒരു വീര്യം അവർ പുറത്തേക്ക് കാണിക്കും. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? തന്നോളം വളർന്ന ഒരു മകനുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ മുന്നേ വെച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് ഉള്ള ചിന്തയോടുകൂടി നിൽക്കണം. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇവിടെ മോളുണ്ട്. മോളുടെ മുന്നേ വെച്ച് ആരെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോൾ എടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളത്തില്ല. ഞാൻ പറയും, അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. ആരെങ്കിലും മോശമായൊരു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അച്ഛനാണ് ആ ഒരു രീതിയിൽ. ഇപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് വേണ്ട, ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും ഈ ദേഷ്യം വരുമ്പോഴാണല്ലോ ഈ മോശമായൊരു വാക്ക് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുന്നത്. പക്ഷേ ഇത് പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുക്കും. അതാണ് പിള്ളേരുടെ പ്രത്യേകത. ഇപ്പം എടി പൊടി, മോൾ എന്നെ വിളിക്കും ചില സമയത്ത്. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും അത് വിളിക്കും. കാരണം അതെന്താ, എവിടെ നിന്ന് കിട്ടിയ, ഞാൻ പോയി കഴിയുമ്പം ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ കൂടുതൽ എടി പൊടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പം കുഞ്ഞിനറിയില്ല ഇതിലേതൊന്നും അല്ലാണ്, അവൾ ആ ഒരു രീതിയിൽ എല്ലാവരെയും അങ്ങ് വിളിക്കും. ഞാൻ പറയും, അങ്ങോട്ട് എടോ എന്ന് വിളിച്ചോ, എടോ ഓക്കെ, എടി പൊടി എടാ അങ്ങനൊന്നും വേണ്ട മോങ്കുട്ടാന്ന് പറയും. അപ്പം അത് ചില സമയത്തൊക്കെ ദേഷ്യം വരുമ്പോൾ എടിയെന്ന് തന്നെ വിളിക്കും. അപ്പം ഞാൻ നല്ലപോലെ നോക്കും, അല്ലെങ്കിൽ ഒരെണ്ണം കൊടുക്കും ഞാൻ. നമുക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു പ്രായം വരെ മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലേ? മോശമെന്ന് പറഞ്ഞു കൊടുക്കണം, തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയണം, ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ആ ഒരു രീതിയിൽ പോകണം എന്നുള്ളതാണ്. പിന്നെ അവർക്കറിയില്ല ഏത് ഫുഡ് നല്ലതാണ് മോശമെന്ന്. അപ്പം നല്ലത് അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആര് ശ്രദ്ധിക്കാനാണ്? നമ്മളുടെ കുട്ടിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും ശ്രദ്ധിക്കാനില്ല, അല്ലേ? അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള വഴക്ക്, ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് ജീവിക്കണം, 2 പേർക്കും ഒന്നിച്ച് ജീവിക്കണം. പക്ഷേ അവർക്കിടയിൽ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന ആളാണോ ചോദിച്ചു, അതേന്ന് പറഞ്ഞു. കാരണം അപ്പോഴും എൻ്റെ ചിന്ത മൊത്തം എന്താണ്, പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല. അതെല്ലാവരുടെയും, എത്ര വലിയ സ്നേഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വഴക്കിലേക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും പറഞ്ഞു തീർക്കുക,
ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. എൻ്റെ അഭിപ്രായം ഇത്, നിൻ്റെ അഭിപ്രായം ഇത് രണ്ടും മുന്നോട്ട് പോയാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, നല്ലതെന്താണ്, സംസാരിക്കുക, പരസ്പരം ബോധ്യപ്പെടുത്തുക. പിന്നെ മറ്റുള്ളവരെയൊക്കെ ഇടപെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്താണ്, നമ്മളുടെ ചിന്ത എല്ലാം വിട്ടുപോയിട്ട് മറ്റൊരാളുടെ രീതിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. അത് മാത്രമല്ല, അത് അധികം നാൾ അങ്ങനെ മുന്നോട്ട് പോത്തുമില്ല. തുറന്ന് സംസാരിക്കുമ്പോൾ പക്ഷെ അത് അങ്ങനെ തുറന്ന് സംസാരിക്കണമെങ്കിൽ അത് രണ്ടുപേരും വിചാരിക്കുക കൂടി വേണം. സ്ത്രീയും പുരുഷനും ഒരുപോലെ വിചാരിക്കാൻ വേണം തുറന്ന് സംസാരിക്കണമെന്ന്. അല്ലാതെ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്ന മനോഭാവമാണെങ്കിൽ അവിടെ പിന്നെ ഒന്നിനും സ്ഥാനമില്ലല്ലോ, അല്ലേ? അപ്പം ഇപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ അവരെ കാണുവാണെങ്കിൽ എനിക്ക് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊന്നിച്ച് താമസിക്കണോ, ജീവിക്കണോ ഉണ്ടെങ്കിലൊക്കെ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതോളം ആ ചേട്ടനും രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ആ ചേട്ടൻ എനിക്ക് മോളിൽ നിന്ന് കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും, ഇവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. മുറ്റം തൂക്കുന്നത്, തുണി കഴുകിക്കൊണ്ടിടുന്നത്, പാത്രം കഴുകുന്നതായാലും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ചെന്നിട്ട് ആ ചേച്ചിയെ തിരക്കി. ബെല്ലടിച്ചപ്പോൾ ഈ ചേട്ടനാണ് തുറന്നു വന്നത്. അപ്പം ചേച്ചി എന്താ ചോദിച്ചാൽ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനും മോളോട് അതെ ഞാൻ ചോദിച്ചു എവിടെ ആയിരുന്നു, കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ മീൻ വെട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമാണ് തോന്നി കേട്ടോ. അങ്ങനെയൊക്കെ ചിലർക്ക് അതൊക്കെ പറയാൻ എന്തോ കുറച്ചൊരു പോലെ, അതിലൊന്നും ഒരു കാര്യമില്ല. പരസ്പരം ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ ചേച്ചി അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് മോന് ചായ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ചേട്ടനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു തോന്നൽ, ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോടായാലും നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ട് വരാനും ഒക്കെ നല്ല ഇതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോയി വാങ്ങിക്കൊണ്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സഹായം കൂടെ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അവരുടെ വീടിനകത്ത് എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ചേച്ചി പറയുന്നത് പോലെ ഒക്കെ ആവാം. പിന്നെ ചേച്ചി വലിയ കുഴപ്പമൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, വലിയ കാര്യമാണ്, ഇവളോട് വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ആ ഒരു നെഗറ്റീവ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ചേട്ടന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ ചേച്ചി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത്രയും പ്രായമായി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ രണ്ടുപേരൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ്. ചേട്ടൻ പറയുന്നത് അവൾക്ക് പൈസ മാത്രം മതി, എന്നെ വേണമെന്നില്ല. അവൾക്ക് കുറേ ഞാൻ ജോലി ചെയ്യുക, പൈസ കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ആ വീട്ടിൽ ഇപ്പം പുതിയ വീടൊക്കെ വെച്ചാണ്, വീട് വെച്ചതിൻ്റെ കടവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവാം ആ ചേട്ടനതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ നിൽക്കുന്നത്. ആ ചേച്ചിക്കും ബുദ്ധിമുട്ട്. അപ്പം പൈസയാണല്ലോ എല്ലായിടും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പം ആ പൈസ നമ്മൾ ജോലി ചെയ്തൊരു പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ തന്നെ ചില സമയം എനിക്ക് ഇത്രയും വരുമാനം ഉണ്ടായിട്ട് പോലും ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പ് പോലെ, അയ്യോ അത്രയും പോയോ, ഇനി ഇത്രയേ ഉള്ളോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലാവും. നേരത്തെ എനിക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായത് കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള ആ വരുമാനം നമ്മൾ ജോലി ചെയ്താണ്, ഒരു മാസം നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതാണ്. ആ വരുമാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ചിലവാക്കാനുള്ളതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നും. അത് മിക്കവാറും എല്ലാവർക്കും തോന്നും. അത് ഇങ്ങനെ ആ വിഷമം കൂടി വരുമ്പോഴാണ് നമ്മൾ പിശുക്കുന്നതിലേക്ക് പോകുന്നത്. ഞാൻ അത്യാവശ്യം പിശുക്കുന്ന രീതിയിലാണ് പോകുന്നത്. എന്ത് കാര്യം ആവശ്യമുള്ളതും മാത്രം വാങ്ങിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് മിച്ചം പിടിക്കാൻ പറ്റണമെന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക്. നമുക്കെപ്പോൾ എന്താ ആവശ്യം, നമ്മുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതൊരു വലിയ സഹായം, ഒരു മനസ്സിനൊരു സന്തോഷം, സമാധാനം. നമ്മളെപ്പോഴും മറ്റൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ ഒരു വീട് ബാക്കി കൂടെ വെച്ചപ്പോഴത്തേക്കുള്ള ഒരു ലോണുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കും. അപ്പം നമ്മൾ അത്രയും വലിയൊരു കാര്യം അദ്ദേഹം ചെയ്യുമ്പം നമ്മളതിനെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ വീട്ടുകാർ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം പലപ്പോഴും ഇതെല്ലാവർക്കും തോന്നാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സമയം അല്ലെങ്കിൽ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോൾ ആ ചേട്ടൻ തന്നെ ആകെ വിഷമിച്ചു വല്ലാണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചേട്ടൻ സമാധാനമായിട്ടിരിക്കുക. ആദ്യം സമാധാനമാണ് കണ്ടെത്തേണ്ടത്. ഈ ടെൻഷൻ അടിച്ചു പ്രഷർ കൂട്ടി എന്തെങ്കിലും വരുത്തുന്നതിനെക്കാട്ടും നല്ല അത് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. എന്ത് സംഭവിച്ചാലും നല്ലത്. അതുകൊണ്ട് സമാധാനിക്കുക ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതൊക്കെയാണ് എനിക്കെല്ലാവരോടും പറയാനുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ അങ്ങനെ ഫേസ് ചെയ്യാനാണ്. നമ്മൾ തന്നെത്താനെ ആലോചിച്ച് കണ്ടെത്തണം. നമ്മളുടെ പ്രശ്നത്തിന് എന്ത് പരിഹാരം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം. അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്ത ആയിരിക്കില്ല നമ്മളുടെ ചിന്ത, ഇല്ലേ? അവർ കണ്ടെത്തുന്ന ഒരു തീരുമാനം നമുക്കൊരിക്കലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും, അല്ലേ? അപ്പം നമ്മൾ കണ്ടെത്തണം നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, നമ്മുടെ രീതി ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ കിട്ടിയ ഒരു സമാധാനം കിട്ടും, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടൂ. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മൾ സ്വയം മനസ്സിലാക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പം എന്ത് പ്രശ്നത്തെയും നേരിടുക. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു വലിയ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു കൊച്ചൻ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഒരു പട്ടി ഇങ്ങോട്ട് വന്നിട്ട് അത് സമാധാനമായിട്ട് പോയിട്ട് അതിൻ്റെ പുറകെ ഓടുകയാണ് പിള്ളേർ. അപ്പോൾ ഇത് പേടിച്ച് ശരിക്കും ഈ പട്ടി കാരണം ആദ്യമേ പട്ടിയെ ഓടിക്കുമായിരുന്നു കുട്ടികൾ. പട്ടി വന്നെന്ന് പറഞ്ഞിട്ട് പട്ടിയെ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇതിന് ലാസ്റ്റ് ഒരു അന്തം കിട്ടാത്ത രീതിയിൽ നിന്നിട്ട് ഇത് തിരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്തത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് അവർ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അതിനെ പേടിപ്പിച്ചപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന രീതിയിലായിരുന്നു. അതുവഴി ഞാൻ കിടന്ന് ബഹളം, എൻ്റെ കൈ കുഞ്ഞുരും. ഞാൻ പറഞ്ഞു, എടോ അതിനെ വെറുതെ വിടുക, അതിനെ ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ അതിനെ വെറുതെ വിടുക, അത് അതിൻ്റെ വഴിക്ക് പൊക്കോൾ. എവിടെ കേൾക്കാൻ? ഇന്നലെ എനിക്ക് എന്ത് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നറിയും സംസാരിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു? ആ പട്ടി തിരിഞ്ഞു വന്നു. എന്നിട്ട് ഒരു കൊച്ചനെ നല്ലപോലെ ഓടിച്ചു. ഞാനോർത്ത് അവന് കടി കിട്ടുമായിരിക്കുമെന്ന്. ഇപ്പോൾ എൻ്റെ കൈ കുഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല കല്ലെങ്കിലും എടുത്തെറിഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അടുത്ത് എനിക്കൊന്നും എല്ലാവരും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എല്ലാവർക്കും നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവന് ഓടാനുള്ള സ്പീഡ് ഏതായാലും ഈശ്വരൻ കൊടുത്തത് കൊണ്ട് അവൻ പട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിൻ്റെ ഉടമസ്ഥൻ വരെ നോക്കി നിൽക്കുന്നു. പിന്നാണ് ആ കൊച്ചൻ വന്ന പട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. അവൻ്റെ സാമർഥ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്, അല്ലേ? അവൻ ഓടി, നല്ല രീതിയിൽ ഓടി. ഒരു സെക്കൻഡ് അവനൊന്ന് ഇങ്ങനെ വേഗത കുറച്ചപ്പോഴത്തേക്ക് അവനെ കടിക്കുന്ന രീതിയിലേക്ക് എത്തിയതാണ്. പെട്ടെന്ന് അവന് എന്തോ ഞാനങ്ങ് ദൈവമേ ഇതെന്താകുമെന്നുള്ളത്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം പറയണം. ഞാനെപ്പോഴും അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല, അവരങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മളെ വിശ്വസിച്ചാണ് വീട്ടിൽ നിന്ന് അവരെ ഇങ്ങോട്ട് വിടുന്നത്. അപ്പം നമ്മൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പരാജയമാണ്. അപ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് അവൻ ആ പട്ടിയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കഴിവുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ അറിവും നമ്മുടെ ബോധമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കും പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. എന്തായാലും എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് വന്നിരിക്കും. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പുറകോട്ട് ചിന്തിക്കണം. എനിക്കാണെങ്കിൽ ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെറിയ തലവേദന. അപ്പോഴും ഞാനിങ്ങനെ തലവേദന ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിലും നല്ലത് സമാധാനിക്കൂ, പ്രശ്നങ്ങളെ പരിഹരിക്കൂ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ. ഇപ്പം നമുക്ക് വല്ല പാട്ടൊക്കെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉന്മേഷം കിട്ടും. അങ്ങനെയുള്ള വല്ല പാട്ടും കേൾക്കണം. ഇഷ്ടമില്ലെങ്കിൽ കേട്ട് നോക്കുക. അല്ലെങ്കിൽ TV കുറച്ച് നേരത്തേക്ക് TV കാണുക. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാറ്റിയെടുത്താൽ പല അപകടഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരും. അല്ലെങ്കിൽ പലതും നമ്മുടെ കൈവിട്ടു പോകും.
ആ ചേട്ടൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്നുണ്ട്. എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ എന്ത് വിഡിത്തമാ മനുഷ്യ നിങ്ങൾ പറയുന്നത് എന്ന്. ചേട്ടൻ എന്താണ് വിചാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. കാരണം നമ്മൾ ആത്മഹത്യ എന്ന് ചിന്തിച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തു, ചത്തില്ലെങ്കിലോ, സമയമായിട്ടില്ലെങ്കിലോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചേട്ടനിങ്ങനെ വഴക്കിൻ്റെ പേരിൽ തൂങ്ങിയതാണ്. പക്ഷേ മരിച്ചില്ല. തൂങ്ങിയ കൂട്ടത്തിൽ ഞരമ്പിന് എന്തോ സംഭവിച്ചു പോയി. ആ ചേട്ടനിങ്ങനെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നുണ്ട്. എങ്ങനെ ജീവിച്ചു? ആ ചേട്ടനെ അതിന് മുമ്പ് എനിക്ക് അറിയാവുന്നതാണ്, അറിയാവുന്നൊരു ചേട്ടനാണ്. പക്ഷേ ഇപ്പോൾ ആ ചേട്ടനെ ഇങ്ങനെ അലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അയ്യോ ഈ ചേട്ടന് ഇത് എന്ത് പറ്റി? അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് തന്നെ. ഇതെന്താ ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ട് ഞരമ്പിൻ്റെ എന്തോ പ്രശ്നമായിപ്പോയി, അങ്ങനെ ആയതെന്ന് പറഞ്ഞു. തീർന്നില്ലേ? കടന്നു പോയി കഴിഞ്ഞാൽ ചേട്ടൻ എന്തെങ്കിലും വന്ന് ആര് നോക്കും? ചത്തുപോയാൽ കുഴപ്പം. നമ്മൾ ചത്തു പോകുമെന്ന് ചേട്ടന് ഉറപ്പുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചത്തു. ട്രെയിനിൻ്റെ പറഞ്ഞതൊക്കെ നമ്മുടെ തോന്നലാണ്. ട്രെയിനിൻ്റെ മുന്നിൽ ചാടി, അപ്പം അതിന് മുമ്പ് ആരെങ്കിലും കണ്ടാലോ? നമ്മൾ ചിലപ്പോൾ ഓർക്കും അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങ് ചാവും. സമയമായിട്ടില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ അവർ ആകെ ഒരു ടെൻഷൻ. ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവരെ ഒന്ന് ഉപദേശിക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇത് കാര്യങ്ങളും അറിവും വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലേ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. അപ്പോൾ ചേട്ടൻ തന്നെ എല്ലായിടും ഉണ്ട് സൗമ്യ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ ആരും അറിയുന്നില്ലെന്നുള്ളത്. ഞാൻ പറഞ്ഞു അതാണ് അവരുടെ കഴിവ്. ആരെ അറിയിക്കാതിരിക്കുന്നതാണ്. നമുക്ക് തോന്നും അവിടെ എന്തൊരു സുഖം, അവർക്കൊരു പ്രശ്നം. പക്ഷെ അവർക്കും ഉണ്ട് പ്രശ്നം, എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. പക്ഷേ പുറമെ ആരും അങ്ങനെ അറിയിക്കുന്നില്ല. അറിയിക്കുമ്പോഴാണ് ആ പ്രശ്നം വലുതായി വരുന്നത്. എല്ലാവരും അറിയിച്ചു, എല്ലാവരും അറിഞ്ഞു എന്നൊക്കെയുള്ള ഒരു ഇത് വരുന്നു. പക്ഷേ നിൽക്കക്കളി ഇല്ലെങ്കിൽ പിന്നെ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. പറയാതെ നമ്മളെല്ലാം ഉള്ളിൽ വെച്ച് സഹിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ അത് നമുക്ക് തന്നെ മോശമായി മാറും. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, അപ്പം നിനക്ക് എന്തോ കള്ളമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നീ എന്തോ മറയ്ക്കുന്നതുകൊണ്ടല്ല, ഇങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുടുംബമാണ്, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പ്രശ്നങ്ങളുണ്ടാവും, അത് നമ്മൾ തന്നെ പരിഹരിച്ചെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളെയും ബാധിക്കും. അവർക്ക് സമാധാനം സന്തോഷം കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിച്ച് കിട്ടും. വാശി ദേഷ്യം ആരോട്? വയ്യാതെ കിടക്കുമ്പോൾ ഈ വാശിയും ദേഷ്യമൊക്കെ നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ അപ്പോഴത്തേക്ക് മാറ്റും, അല്ലേ? ചില മനുഷ്യരുണ്ട് ഗുണവും പറ്റില്ല ദോഷവും പറ്റില്ല എന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നത്. ഗുണവും പറ്റത്തില്ല ദോഷവും പറ്റത്തില്ല എന്ന് പറയും. അത് ചില മനുഷ്യരങ്ങനെ ഉണ്ട്. അവർക്ക് നമ്മൾ എത്ര നല്ലത് ചെയ്തു കൊടുത്താലും ഉണ്ടല്ലോ, നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പിന്നെ അവർക്കൊണ്ടൊന്നും ചെയ്യാനോ പറയാനോ അവരോട് മിണ്ടാൻ പോലും തോന്നത്തില്ല. അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലുള്ള കുറേ മനുഷ്യരുണ്ട്. ഒന്നിനും പറ്റത്തില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ അവരില്ല എന്നുള്ള രീതിയിലങ്ങ് ജീവിച്ചു പോന്നിരിക്കണം. എനിക്ക് ഇങ്ങനെയുള്ളവരെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ അവർ നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ അവരോട് ഒന്നിനും ഇല്ല, മിണ്ടാനും പോകുന്നില്ല, എടുക്കാനും പോകുന്നില്ല, ചോദിക്കാനും ഇല്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതിയിരിക്കുന്ന കുറേ രീതി. അപ്പോൾ ഓണക്കാലമാണ്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം പരിഹരിക്കാൻ പറ്റും. കാരണം ഓണമാണ്, കുട്ടികൾ എല്ലാവരും ഒരുങ്ങുന്നതാണ്. അപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഓണമല്ലേ, എങ്ങനെയാണ്
കാരണം ഉള്ളിൽ ആ സ്നേഹം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്, പക്ഷെ പുറമേ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല എന്നൊരു അയ്യോ അവൾക്കും അല്ലെങ്കിൽ അയാൾക്കും അല്ലെങ്കിൽ അയ്യോ എൻ്റെ ഭർത്താവിനും ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ, എൻ്റെ വരുമാനം എല്ലാ പ്രാവശ്യവും എടുത്ത് കൊടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സദ്യയൊക്കെ റെഡിയാക്കണ്ടേ, ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, എങ്ങനെ എല്ലാ പ്രാവശ്യം ചോദിച്ചും പറഞ്ഞും ഒക്കെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ മിണ്ടാതിരുന്നാലും എങ്ങനെ ചോദിക്കണ്ടേ പറയണ്ടേ, അല്ലെങ്കിൽ ചിലർ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കും, ചിലർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളങ്ങനൊന്നും ചിന്തിക്കല്ലേ, നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാതിയാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കുന്നത്. അപ്പം നമ്മളതെടുത്തെന്താ സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് വിളിക്കണം, കഴിക്കാൻ വരണം, വിളിക്കണം. വന്നില്ലെങ്കിൽ പറയണം നിങ്ങൾ കൊണ്ടുവച്ച സാധനം വെച്ചിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ടായിരുന്നു കട്ടായം പറഞ്ഞേക്കണം. ചിലപ്പോൾ അതിലങ്ങ് വീഴും. ഇങ്ങനെയൊക്കെ കുറേ നമ്പറുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുക. എല്ലാവരുടെയും പിണക്കങ്ങളൊക്കെ തീർന്ന് നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ എൻ്റെ മോളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഹസ്ബൻഡേയും എൻ്റെ ആങ്ങളുടെയും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ.